ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യമുണ്ട് AFUC നടത്തി വരുന്ന ദൈവവചന പ്രഭാഷണ പരമ്പരകളിലൂടെ സന്ധിക്കുവാനായി ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളുള്ള ബന്ധത്തിൽ ധ്യാന വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ഈ വർത്തമാനം ആ ദേശത്ത് ഒക്കെയും പരന്നു. ഏത് വർത്തമാനമാണ് ദേശത്ത് പരന്നത്? അതിന് 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, വളരെ ധനികനായൊരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് തന്നെ നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ മകൾ മരിച്ചുപോയി. നീ എൻ്റെ വീട്ടിൽ ഒന്ന് കൈവച്ചാൽ അവൾ ജീവൻ പ്രാപിക്കും. യേശു ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് ഈ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. ആ പോകുന്ന വഴിയിൽ വേറൊരു സ്ത്രീ ഏറെ കാലമായി ചികിത്സ ചെയ്തിട്ടും തനിക്കുള്ളതെല്ലാം വ്യക്തിപരക്ക് ചികിത്സ ചെയ്തിട്ടും സൗഖ്യമാകാത്ത ഒരു പ്രശ്നവുമായി യേശുവിനെ സമീപിക്കുന്നു. അവൾ യേശുവിൻ്റെ ഒന്നും പറയുന്നില്ല, ഉള്ളം കൊണ്ട് പറഞ്ഞു, യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന്മേൽ തൊട്ടു. അവൾ ആ ക്ഷണം സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം യേശു ഈ ധനികനായ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു. അതൊരു വിലാപഭവനമായതുകൊണ്ട് ആ കാലത്തെ പാരമ്പര്യം അനുസരിച്ച്, ആചാരമനുസരിച്ച് അവിടെ ഒരുപാട് പേര് വിലാപഗീതം പാടുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം യേശു പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, അവൾ ഉറങ്ങുകയാണോ? അത് കേട്ടപ്പോൾ എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. എങ്കിലും ആ പുരുഷാരത്തെ പുറത്താക്കി യേശു ബാലയുടെ മേൽ കൈപിടിച്ചു. ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. എനിക്കൊക്കെ സ്നേഹപ്രിയ ശ്രോതാവേ, നിന്റെ ഇന്നത്തെ അവസ്ഥ, നീ അനുഭവിക്കുന്ന വേദന, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, മാരാരോഗങ്ങൾ, തീരാക്കടത്തിൻ്റെ കെടുതികൾ, നിനക്ക് ലഭിക്കേണ്ട നന്മയും അവകാശം ലഭിക്കാതെ പോയതിൻ്റെ പേരുള്ള തിക്താനുഭവങ്ങൾ, നീ ബന്ധുക്കളാലും മിത്രങ്ങളാലൊക്കെ അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ടുള്ള ജീവിക്കുന്നതിൻ്റെ വേദനകളൊക്കെ നിനക്കുണ്ടായിരിക്കാം. നിന്റെ ദേശവാസികളിൽ ഇന്ന് പറഞ്ഞിറങ്ങുന്ന മുഴുവൻ നിന്റെ അധപ്പതനത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും അനുഭവങ്ങളും വാർത്തകളും ഒക്കെ ആയിരിക്കാം. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ തിക്ത അനുഭവങ്ങളുടെ നേർചിത്രം അവർ വാർത്താ പത്രികയിൽ എന്ന പോലെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് കൈമാറുന്നൊരു അനുഭവം നിനക്കുണ്ടായിരിക്കാം. എന്നാൽ ഇതുവരെ നിന്നെ കൊണ്ട് ജനം പറഞ്ഞു നടന്ന വാർത്തകൾക്കൊരു മാറ്റം വരുത്തി നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുവാൻ യേശുവിന് കഴിയും. ഈ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ള വാർത്ത ദേശത്ത് പരന്നായിരുന്നു. വിലാപഗീതക്കാർ വന്നായിരുന്നു, അനുശോചനം അറിയിക്കുന്നവർ വന്നായിരുന്നു, ബന്ധുക്കളും മിത്രങ്ങളും അവർ സന്നിഹിതരായിരുന്നു. എന്നാൽ അതുവരെ അവരുടെ ജീവിതത്തിൽ കേട്ട വാർത്തയ്ക്കൊരു മാറ്റം വരുത്തിയിട്ട് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ വാർത്തയ്ക്കൊരു വ്യതിയാനം വരുത്തുവാൻ യേശുവിന് കഴിഞ്ഞു. അവൻ യേശുവിനെ ആശ്രയിച്ചപ്പോൾ, യേശുവിനെ തന്നെ ഭവനത്തിൽ കൊണ്ടുപോയപ്പോൾ അവന്റെ ജീവിതത്തിലെ അവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിൽ ആ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നിന്നോടും പറയുന്നത്, നീ യേശുവിൽ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ഇതുവരെയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, വിലാപ ജീവിത അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തി ഒരു ഉല്ലാസ യാത്രയുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ മനുഷ്യൻ യേശുവിൽ ആശ്രയിച്ചതുപോലെ
യേശുവിനെ തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുവാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്നുവരെ നേരിടുന്ന ഏതൊരു വിഷയമാകട്ടെ, മാറാ രോഗമോ തീരാ കടമോ എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവ് ഇതിനെ വെടിവെച്ച് നിനക്ക് അത്ഭുതം തരും, അത്ഭുതം നൽകും, അത്ഭുതം പ്രവർത്തിക്കും, ആശ്വാസം നൽകുമെന്ന് ഞാൻ ഈ വായിച്ച ചരിത്ര വെളിച്ചത്തിലും എൻ്റെ അനുഭവ വെളിച്ചത്തിലും നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിൻ്റെ അനുഭവം ഏതുമാകട്ടെ, നിൻ്റെ ആവശ്യം ഏതുമാകട്ടെ, യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കാമോ? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏതുമാകട്ടെ, എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ യേശുവിനെ ക്ഷണിക്കാമോ? എൻ്റെ ബിസിനസ്സിൻ്റെ അവസ്ഥ ഏതുമാകട്ടെ, എൻ്റെ ജോലിയുടെ അവസ്ഥ ഏതുമാകട്ടെ, എൻ്റെ തകർന്ന തരിപ്പണമായ ഏതൊരു സാഹചര്യത്തിലേക്കും യേശുവിനെ വിളിക്കുക. അവൻ വന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പലതും ശ്രമിച്ചു നോക്കി, പലയിടത്തും പോയി നോക്കി, പലതും കൊടുത്തു നോക്കി, പക്ഷേ ഇന്നുവരെയും ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുവിൽ ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭവനത്തിൽ ഒരു വിടുതൽ വന്ന് അവരുടെ അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തിയൊരു പുതിയ വാർത്ത പറഞ്ഞതുപോലെ നിന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു നടക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും മാറ്റം വരുത്തി എൻ്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തി മാനിപ്പാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രശ്നം ഏത് തന്നെയാണെങ്കിലും, ആവശ്യം ഏത് തന്നെയാണെങ്കിലും, അവസ്ഥ എന്താണെങ്കിലും കർത്താവ് നിന്നെ വിടുവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പരിശുദ്ധനായ ദൈവമേ, സ്തോത്രം പിതാവേ, ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ സന്നിധി ഫലമേൽപ്പിക്കുന്നു. അവർ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളെ, അവരുടെ കുടുംബത്തിൽ നേരിടുന്ന വിഷയങ്ങളെ, അവരെ ആയിരിക്കുന്ന തൊഴിൽ സ്ഥാപനത്തിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ മറ്റ് ശാരീരിക മാനസിക തലങ്ങളൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന പ്രതിസന്ധികളെ സ്വർഗം അറിയുന്നല്ലോ. ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിമിഷം ദൈവശക്തി വ്യാപിക്കണമേ. ആ ധനവാനായ മനുഷ്യൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ആ കുഞ്ഞിന് ജീവൻ നൽകി. അതുവരെ ആ കുടുംബം കേട്ടിരുന്ന വാർത്തയ്ക്ക് അപ്പുറമായി, ആ ഭവനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറമായി ഒരു പുതിയ കാര്യം ചെയ്തൊരു പുതിയ വാർത്ത കേൾക്കുവാൻ സ്വർഗം അവസരമൊരുക്കിയെങ്കിൽ ഈ സന്ദേശം കണ്ടിരുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ രോഗിയെ നീ സൗഖ്യമാക്കണമേ. എൻ്റെ കടഭാരങ്ങൾ നീ പരിഹരിക്കണമേ കർത്താവേ. സ്വന്തം ഭവനം നൽകണമേ കർത്താവേ. വിവാഹം നടക്കുന്നത് സഹായിക്കണമേ. ഒരു ഭാവി കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു തലമുറയെ നൽകണമേ കർത്താവേ. ഇവൻ ഏതെല്ലാം വിഷയം ഭാരപ്പെടുന്നോ, ഇവിടെ ഏതെല്ലാം ഭാരങ്ങൾ ഭാരപ്പെടുന്നു, അതിന് വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. നീ തന്ന അധികാരത്താൽ ഈ സമൂഹത്തെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കണം. സമാധാനം, സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിച്ച നാൾ മേൽക്കുമേൽ ശക്തിപ്പെടുവാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചെയ്യുമെന്ന് വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളുടെ സന്ദേശം ക്ഷമയോടെ ശ്രവിച്ചനായി നന്ദി പറയുന്നു. നിശ്ചയമായും വിശ്വസിക്കുക, ജീവിതത്തിൽ അടഞ്ഞ അധ്യായങ്ങൾക്കപ്പുറമായി പുതിയ തുടക്കം നൽകുവാൻ ദൈവത്തിന് കഴിയും. അനുഭവിക്കുന്ന വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവരാണ്. ഞങ്ങളുടെ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങൾ ഈ സന്ദേശം ഏതെങ്കിലും നിലയിൽ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ഇത് കേൾക്കുവാനായി പ്രോത്സാഹിപ്പിക്കുക, മിത്രങ്ങളെ ഇത് കേൾക്കുവാനായി പ്രോത്സാഹിപ്പിക്കുക. കഴിയുന്ന ഇടങ്ങളിലൊക്കെയും ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ ഞങ്ങൾ വാട്സാപ്പിലൂടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ യൂട്യൂബിൽ AFPC ചാനൽ എന്ന ഇത് തുറന്നാൽ നിങ്ങൾക്ക് ധാരാളം ദൈവവചന സന്ദേശം കേൾക്കുവാൻ ഇടവരും. AFPC ഇന്ത്യ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് ദൈവവചനങ്ങൾ കാണുവാൻ, വായിക്കുവാൻ, കേൾക്കുവാനുള്ള അവസരങ്ങൾ അതിനകത്തുമുണ്ട്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.